മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് ഈ ആഴ്ചയിൽ പുറത്തു വന്നു. ഇതിൽ കാലങ്ങളായിട്ട് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വെച്ചിരുന്ന ഏഷ്യാനെറ്റിന് കാലിടറി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ TV ഒന്നാം സ്ഥാനത്തേക്ക് എത്തി. അവരെ സംബന്ധിച്ചൊരു വലിയ വിജയമാണ്. കാരണം കുറഞ്ഞ കാലം കൊണ്ട് അവർ ഒരു 2-3 പൊസിഷനിൽ എത്തി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ ഏഷ്യാനെറ്റ് ഇതുവരെ തയ്യാറായിരുന്നില്ല. 24 കടുത്ത മത്സരം വന്നിരുന്നു. പിന്നീട് അവർ അതിനെ അതിജീവിച്ചു അല്ലെ. ഇപ്പോഴത്തെ റേറ്റിംഗ് ബിനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ റേറ്റിംഗ് അവർ ആഘോഷമാക്കി മാറ്റിയിരിക്കുക. യുദ്ധം തന്നെയാണ് അവർക്ക് മുന്നിലെത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ഗ്രാഫിക്സ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അരുൺകുമാർ നടത്തിയ ചില നിരീക്ഷണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കൂടുതൽ ഏറ്റെടുത്തതിൻ്റെ ഫലമാണ്. ഇപ്പോൾ റേറ്റിംഗ് അനുസരിച്ച് നോക്കിയാൽ റിപ്പോർട്ടർ ഇപ്പോൾ 18ാമത്തെ റേറ്റിംഗ് ആണ്. 18 ടൈം ബാൻഡിൽ GRP റേറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ 97.71% ആയിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് 92.21, അതായത് നല്ല മാർജിൻ വ്യത്യാസം വന്നിരിക്കുകയാണ്. അതായത് 5% കൂടുതൽ. അതായത് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഒരു 3 ആഴ്ചകളിൽ ഇത് അതുപോലെ പെട്ടെന്ന് താഴാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വ്യത്യാസം വന്നു. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസമാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. 24 ആകട്ടെ തീരെ പിന്നിലാണ്, 71.3. അതിന് തൊട്ട് താഴെ വരുന്ന മനോരമ ന്യൂസ് ആയിക്കോട്ടെ 36%, അത്രയും പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. മാതൃഭൂമിയും മനോരമയും തമ്മിലുള്ള വ്യത്യാസം ചെറിയ മാർജിനാണ്. മനോരമയ്ക്ക് 36.25 ആണെങ്കിൽ മാതൃഭൂമി 34.49, ചെറിയ മാർജിൻ വ്യത്യാസമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് ന്യൂസ് മലയാളം 24/7 എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ തുടങ്ങിയ ചാനലാണ്. കേവലം 1 വർഷം മാത്രമായിട്ടുള്ളൂ. അതാണ് തൊട്ട് പിന്നിലുള്ളത്. അത് 26.3%. പിന്നീട് വരുന്നത് ജനൻ TV ആണ്. ജനൻ TV 25.85. അതിന് പിറകിൽ കൈരളി ജനവുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്, 14.58. അതിന് തൊട്ട് താഴെ വരുന്ന ന്യൂസ് 18, അത് 13.77. ഏറ്റവും പിന്നിലായി മീഡിയ 1, അത് 6.89. ഇതാണ് ഇപ്പോഴത്തെ റേറ്റിംഗ്. നമ്മൾ ജനൻ TVയിലുള്ള സമയത്ത് ജനൻ TV 2ാം സ്ഥാനത്ത് വന്നത് ശബരിമല വിഷയം വന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 24-ൽ ഈ പറഞ്ഞതുപോലെ ശ്രീകണ്ഠൻ നായർ ഒറ്റയ്ക്ക് തുഴയുകയാണ്, അത്തരത്തിലൊരു അവസ്ഥയിലാണ്. പക്ഷേ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അരുൺകുമാർ, സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട്, അങ്ങനെ ഒരു നിര തന്നെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ, അതോടൊപ്പം തന്നെ അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെയുള്ള AR സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് അവരെ മുൻനിരയിൽ എത്തിച്ചത്. പിന്നെ യുദ്ധത്തിൻ്റെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യുദ്ധ മേഖലകളിലൊക്കെ ഇവർ നടത്തുന്ന റിപ്പോർട്ടിങ്, അത് ഏഷ്യാനെറ്റും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് ഇവരെ ശരിക്കും ഒരു വളരെ റിസ്ക് എടുത്ത്, നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ളതാണ്. പക്ഷേ ഷെല്ലാക്രമണം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് അല്പം മുമ്പ് ഷെല്ലാക്രമണം നടന്നത് ഇവിടെയാണെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് ജീവൻ കൊണ്ടുള്ള കളിയാണ്. അത് നാഷണൽ ചാനലൊക്കെ ആണെങ്കിൽ അവർ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു ദുരന്തമുണ്ടായാലേ അതിൻ്റെ ഒരു വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അത്ര മത്സരമാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഇറങ്ങി വന്നാൽ, ഇപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സണ്ണി ജോസഫിന് കൈമാറിയ ശേഷം തിരിച്ചിറങ്ങി വരുമ്പോൾ ചെന്ന് ഇടിക്കുവാണ്. ഇത്രയും മൈക്കുകളുമായി ചെന്ന് ഇടിച്ച് അത്രയധികം മത്സരത്തിൻ്റെ കാലമാണ്. ഏറ്റവും ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ഏറ്റവും ആദ്യം ജനങ്ങളിൽ എത്തിക്കുക. അത് യൂട്യൂബ് വ്യൂവേഴ്സ് ഇപ്പോൾ നോക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ സാറ്റലൈറ്റ് മാത്രമല്ല, യൂട്യൂബിൽ ഒരു സമയം എത്ര പേർ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സിനുജിക്ക് അതിനെക്കുറിച്ച് ശരിക്കും പറയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പരമ്പരാഗത രീതിയിലാണ് അവർ വാർത്തയുടെ ഒരു സമ്പ്രദായത്തിൽ അവരത് മാറ്റാറില്ല. ഒരു 3 പതിറ്റാണ്ടായിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് അവർക്ക് AR, VR, XR സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും ഹെലികോപ്റ്റർ ഇറങ്ങി വരുന്നു, അല്ലെ ബോട്ട് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഈ യുദ്ധം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് രാത്രി നമ്മൾ സ്വാഭാവികമായിട്ടും ചാനൽ വെച്ച് നോക്കും. ഈ രാത്രി സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ നോക്കുമ്പോൾ പക്വതയുള്ള അല്ലെങ്കിൽ ഒരു എബോവ് 40 എന്ന് പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ആയ 40 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ഈ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ 24 ചാനലിലേക്ക് പോകും. കാരണം അവിടെ നിന്ന് ശ്രീകണ്ഠൻ നായരുടെയോ അല്ലെങ്കിൽ ഈ അരുണിന്റെയോ ഒക്കെ ഈ വാഗ്ധോരണി അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി. പക്ഷേ ഈ അരുൺ ഒക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അന്ന് പെട്ടെന്ന് അരുണിന്റെ ഒരു ബ്രേക്കിംഗ് വന്നിച്ച് പറയാണ്, അറിഞ്ഞോ ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു, വിമാനത്താവളങ്ങളിലേക്ക് ഇനി എൻട്രൻസ് ഇല്ല. അങ്ങനെ ആയിരുന്നില്ല ആ വാർത്ത.
അപ്പോൾ കിട്ടിയ ഉടനെ വാർത്ത ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തിരക്കിനിടയിൽ എന്താണ് പറയേണ്ടതെന്നും മനസ്സിലാക്കാതെ ഇത് തുടർന്ന് അടുത്ത ഒരു വനിതാ ആങ്കറിലേക്ക് പോകുമ്പോൾ ആങ്കർ പറഞ്ഞു അതെ ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പറഞ്ഞാൽ ഇനി പ്രവേശനമില്ല, അകത്തുനിന്ന് പുറത്തേക്കില്ല. ശ്രദ്ധയപ്പെട്ട ഒരു പത്രം 2050 അച്ചടിക്കേണ്ട ഒരു പത്രത്തിന്റെ പരസ്യം വന്നപ്പോ അത് അന്നത്തെ വാർത്തയാക്കി വായിച്ചു വരുന്നത് മന്ത്രിമാരുടെ പേരടക്കം പറയുന്നത്. അതെ, 2050. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വാർത്ത കിട്ടിയാൽ ഉടനെ തന്നെ അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ധൃതി കാണിക്കുമ്പോൾ അത് ഏഷ്യാനെറ്റ് കാണിച്ചില്ല, വിശ്വാസ്യതയ്ക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ചാനൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസ്യതയുള്ള ചാനൽ ഏഷ്യാനെറ്റ് ആണെന്നുള്ള ഒരു ബോധം അവർ സൃഷ്ടിച്ചു. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു തിരക്കൊന്നുമില്ല. ഇപ്പൊ ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ നമുക്കത് കേൾക്കുമ്പോൾ അവിടുത്തെ തലവൻ, ഡൽഹിയിലെ തലവൻ, അയാൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ ഒരു നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു, അപ്പോൾ ഷെല്ലാക്രമണം ഉണ്ടോ, ഇനി അത് ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണോ, എല്ലാ സമയവും കൃത്യമായിട്ട് നൽകാൻ കഴിയില്ല. പക്ഷെ അവർ നൽകിയ ആ വാർത്തയിൽ ആ വിശ്വാസ്യത ഉണ്ടായിരുന്നു. പക്ഷെ റിപ്പോർട്ടർ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇത്തരത്തിൽ തെറ്റുകൾ വരുത്തുകയും ചെയ്തു. ഒന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ എയർപോർട്ടുകളിൽ അടച്ചു എന്ന് പറയുന്നു, അങ്ങനെ 1-2 തെറ്റുകൾ വരുത്തിയപ്പോൾ 3-ാമത്തെ ദിവസം മുതൽ ആളുകൾ റിപ്പോർട്ടറിൽ നിന്ന് പതിയെ അകന്നു തുടങ്ങി. ആ സമയത്ത് റിപ്പോർട്ടറിലെ ആങ്കേഴ്സ് ഈ പറയുന്ന തിരക്ക് അല്ലെങ്കിൽ ഒരു വെപ്രാൾ അതൊക്കെ കുറച്ചു. വളരെ സ്ലോയിൽ സംസാരിക്കുന്നു, തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാട്ടവും ബഹളമൊന്നും ഇല്ല. പക്ഷേ ഏഷ്യാനെറ്റ് അപ്പോഴും ഇപ്പോഴും ഒരേ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ റിപ്പോർട്ടർ TV ആണ് 1-ാം സ്ഥാനത്തേക്ക് വന്നത്. ഇപ്പം ഒരേ സമയത്ത് ഇത്ര വീട്ടിൽ ഇത്ര ആളുകൾ കാണുന്നു എന്നതിൻ്റെ ഒരു ആവറേജ് കണക്കാണല്ലോ ഈ വാർത്ത റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വീട്ടുകാരുടെ ഒരു കണക്കിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ആ നിലവാരം പുലർത്തിയത്. എല്ലാ ദിവസവും അവർ ആ രീതിയിൽ തന്നെ വാർത്തകൾ നൽകുകയും ചെയ്തു. റിപ്പോർട്ടർ ചെയ്തപ്പോൾ ചർച്ചയുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഒച്ച വെച്ച് 3-4 പേര് സംസാരിക്കുമ്പോൾ അത് ഒരു ദിവസം കേൾക്കും, 2 ദിവസം കേൾക്കും, 3 ദിവസം കേൾക്കും. പക്ഷെ അതിന് സ്ഥിരത ഉണ്ടാവില്ല. മറ്റേവർക്ക് ആ വിശ്വാസ്യത ഉള്ളതുകൊണ്ട് അവർ പിടിച്ചിരുന്നു. പക്ഷെ റേറ്റിംഗ് വന്നപ്പോൾ കൂടുതൽ ആളുകൾ കണ്ടത് അവരൊരു മണിക്കൂറാണല്ലോ. ഇപ്പൊ രാവിലെ 10 മണി മുതൽ ഉച്ച മുതൽ വൈകുന്നേരം ആര്, ഇത്ര ഏജ് ഗ്രൂപ്പിൽ എത്ര സമയം, നഗര കേന്ദ്രീകൃതമായി കുറച്ച് വീടുകളിൽ മാത്രം, അതായത് ഓരോ ജില്ലകളിലും ഒരു 1000-ൽ താഴെ വീടുകളിൽ മാത്രം വെച്ചിട്ടുള്ള ഒരു കണക്കാണ്, ഒരു ഏകദേശ കണക്കാണ്, ഒരു വളരെ ഏകദേശ കണക്ക് മാത്രമല്ല ഇതിനകത്ത് തന്നെ മാനിപ്പുലേഷൻ വരുത്താം മാർക്ക് റേറ്റിംഗ് തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചാനൽ വെക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം 15 മുതൽ ഇങ്ങോട്ടായിരിക്കും ഈ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വരിക, ഒരു 16 മുതലൊക്കെ. പക്ഷേ ഈ കേരള വിഷന്റെ തന്നെ TV ഓൺ ചെയ്താൽ 1-ാമത്തെ ചാനൽ റിപ്പോർട്ട് വരുമായിരുന്നു. അപ്പം നമുക്ക് ഈ ലക്ഷങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പം എങ്ങനെ വന്നാലും വെച്ച് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ വരുമ്പോ കൊള്ളാം. ഈ നഗര കേന്ദ്രങ്ങൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ സാധാരണക്കാരായ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സാധാരണക്കാരായ വീട്ടില് അമ്മമാര് അവർക്ക് വൈകിട്ട് സീരിയൽ കാണാനായിട്ട് TV വെക്കും. TV വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ വെക്കുന്ന ഉടൻ ഓരോ ചാനൽ കൊടുക്കുമ്പോഴാണ് വരുന്നത്. ചിലപ്പോൾ അതിലൊരു പരസ്യ ചാനലായിരിക്കും വരുന്നത്. പക്ഷേ ഈ സമയത്ത് TV വെക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ വരുന്നു, പെട്ടെന്ന് അതിലൊരു വലിയ ബ്രേക്കിംഗ് വരുന്നു. സ്വാഭാവികമായിട്ട് അവർ കുറേ സമയം അത് സ്ട്രൈക്ക് ചെയ്യും. സീരിയൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് ഇത് കാണാൻ നിൽക്കും. അങ്ങനെ അതിന് പോലും ഇപ്പം ടെക്നോളജി വളർന്നിരിക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് വ്യൂവേഴ്സ്, ബോട്ടോ എന്തോ ഒരു സംവിധാനമാണ്, അത് ഉപയോഗിച്ച് യൂട്യൂബിൽ ഒരു സമയം 10,000 പേര് അല്ലെങ്കിൽ 25,000 പേര് 1,00,000 പേര് കാണാൻ പൈസ കൊടുത്താൽ അതിന് പോലും ഏജൻസികളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മളുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പൈസ തരാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പം ഈ ചാനലുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ റിപ്പോർട്ടർക്കുള്ള പ്രഷർ, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത യൂട്യൂബിൽ എത്ര പേര് കാണുന്നു, അതിനകത്ത് എത്ര പേരിലേക്ക് റീച്ച് എത്തുന്നുണ്ട് എന്നുള്ള ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്കൊക്കെ പ്രഷർ ചെലുത്തുന്നുണ്ട്. പക്ഷേ ഈ പരമ്പരാഗത രീതിയിൽ ഏഷ്യാനെറ്റ് പോവുകയും ആ ഏഷ്യാനെറ്റ് അവരെ തങ്ങളെ അട്ടിമറിക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും റിപ്പോർട്ടർ ഇപ്പൊ അതിനെ മറികടന്നു. റിപ്പോർട്ടർ വലിയ അവകാശവാദമൊന്നും പറയുന്നില്ല, കാരണം ഇവർ കുറെ നാളായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ യുദ്ധ റിപ്പോർട്ടിങ്ങിനിടയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇവർ ഇത്രയും വലിയൊരു ആഹ്ലാദത്തിലേക്ക് പോകാൻ. അല്ലെങ്കിൽ സ്വാഭാവികമാണ് വലിയ പൊട്ടിത്തെറിപ്പുകൾ. ഇപ്പൊ നമുക്കറിയാലോ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചാനലുകൾ തമ്മിൽ വലിയ മത്സരം ഉണ്ടായപ്പോൾ ശബരിമലയിൽ യഥാർത്ഥ വാർത്ത കൃത്യമായിട്ട് കൊടുത്തത് ജനം TV. അന്ന് ഏഷ്യാനെറ്റ് വലിയ ഭീഷണി നേരിട്ടിരുന്നു. ഉടനെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർമാർ ശബരിമലയിൽ ചെന്നപ്പോൾ അവരെ കൂവി വിളിക്കുന്ന അവസരം ഉണ്ടായി. അപ്പോൾ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഏഷ്യാനെറ്റിന്റെ നിലപാട് ഒറ്റ രാത്രി കൊണ്ട് തകിടം മറിഞ്ഞു. ജനം TVയേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഒരു ഹൈന്ദവ സ്നേഹമൊക്കെ ഏഷ്യാനെറ്റ് പ്രകടിപ്പിച്ചു. കാരണം അവരുടെ കയ്യിൽ നിന്ന് അത് വഴുതി പോകുന്നു തോന്നിയപ്പോൾ ഏഷ്യാനെറ്റ് കംപ്ലീറ്റ് നിലപാട് മാറ്റി. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഒരു തിരക്കിലേക്ക് അവർ വഴുതി വീഴാനൊന്നും ശ്രമിച്ചില്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷേ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. തെറ്റുകൾ പറ്റിയാൽ ഇത് തിരുത്താനുള്ളൊരു മനസ്സാണ്. നമുക്കറിയില്ല, ചാനലുകളിൽ സാധാരണ തിരുത്തില്ല. ഒന്നാമത് 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത വാർത്തയിലേക്ക് പോകും, അതിനടുത്ത വാർത്തയിലേക്ക് പോകും, പിന്നെ യൂട്യൂബിലേക്ക് പോകുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പലപ്പോഴും പറയുമ്പോൾ പറയുന്നത് നമ്മളത് തിരുത്താൻ പോകുമ്പോൾ അറിയാത്തവരും കൂടെ അറിയുമെന്നാണ്. അതെ, അറിയാത്തവരും അറിയുന്നത്. 11 മണിക്കല്ലേ പറഞ്ഞ 12 മണിയുടെ വാർത്ത ആരും കണ്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലേക്ക് റിപ്പോർട്ടർ TV ചാനൽ
ചാനലിന് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഈ യുദ്ധം പോലെയുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പക്വത കാണിക്കണം. കാരണം നമുക്കറിയാം മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ അവിടെ നിന്ന് ഓരോ സംഭവ വികാസങ്ങളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചാനലിന്റെ ക്യാമറമാരും റിപ്പോർട്ടർമാരും ആ മുംബൈയിലെ ഹോട്ടലിൽ കമന്ന് കിടന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഇത് തത്സമയം റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് അപകടകരമാണ്. അപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ രാത്രിയിലൊക്കെ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നീട് കേന്ദ്ര സർക്കാർ അല്ലെ PIB തന്നെ നിർദ്ദേശം ഇറക്കി എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കൊടുക്കരുത്, ചില കാര്യങ്ങൾ നിയന്ത്രണം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ആ ചാനലുകളെ നിരോധിക്കും. യൂട്യൂബ് ചാനലുകൾക്കുള്ള നിർദ്ദേശമാണ്. ഭീകരരെ പട്ടാളക്കാർ തിരയുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക. അതെ അതെ അതെ, പഹൽഗാമിന്റെ ആ സമയത്ത്. അപ്പൊ എന്തായാലും ഈ യുദ്ധത്തിന്റെ വാർത്ത സത്യസന്ധമായി അറിയാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം ഇപ്പൊ നമ്മളുടെ വിമാനം അടിച്ചിട്ടു എന്നൊരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ചാനൽ വെച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു യൂട്യൂബർ ഒരു 3 വിമാനം ഇന്ത്യയുടെ തകർന്നു, 5 വിമാനം തകർന്നു, 7 വിമാനം തകർന്നു ഒക്കെ വാർത്ത കൊടുത്തപ്പോൾ അയാളുടെ ആ വാർത്ത കാണാൻ കുറെ ആളുകൾ എത്തി. അപ്പൊ അതൊരു കുറച്ചു കാലത്തേക്കുള്ളൂ. കാരണം സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എല്ലായ്പ്പോഴും നമുക്ക് ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഇത് ആളുകൾ തിരിച്ചറിഞ്ഞു. പക്ഷെ എങ്കിലും ഇത്രയും ദിവസത്തിനുള്ളിൽ 1, 2, 3 ദിവസത്തിനുള്ളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്ത കാണാൻ റിപ്പോർട്ടറിലേക്ക് ആളുകൾ ഇടിച്ചു കയറി. അതാണ് അത് യൂട്യൂബിലേക്കും അതുപോലെ തന്നെ സാറ്റലൈറ്റിലേക്കും ഒക്കെ വന്നുകൊണ്ടാണ് ഈ കണക്ക് വന്നത്. റിപ്പോർട്ടറിന്റെ താഴേക്ക് ഏഷ്യാനെറ്റ് പോയത് അതുകൊണ്ട്. കാരണം ഏഷ്യാനെറ്റിന് ഒരു ചടുലതയില്ല, അവർ പറയുന്നതിന് അത്രയില്ല, ഇവർ അഗ്രസീവ് അല്ല എന്നുള്ള തോന്നൽ വന്നു. അത് അങ്ങനെ ആകുന്നുണ്ട്. നമ്മൾ കാരണം ഈ റിപ്പോർട്ടിങ്ങിലേക്ക് വന്നു അല്ല പിന്നീട് വാർത്ത അവതരിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സായ ആൾക്കാരാണ് വന്നത്. നമ്മൾ എന്നും കാണുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് പിന്നിലേക്ക് മാറിയിട്ട് കുറച്ച് യുവമുഖങ്ങളെ കൊണ്ടുവന്നു. ഇതിന്റെ കാര്യം ഇത് തന്നെ. കാരണം അവരവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി ചടുലമായിട്ട് പറയാം. പക്ഷെ എന്തായാലും ഇവിടെ ഏഷ്യാനെറ്റിന് ഇങ്ങനെ ഒരു അടി പറ്റി എന്നുള്ളത് അവർ ഇനി പുനർവിചിന്തനം നടത്തേണ്ട സമയമായി എന്നുള്ളത്. കാരണം എല്ലാ ചാനലുകളും AR VR XR എന്ന് ഈ പറയുന്ന ഒരു ഗ്രാഫിക് സാങ്കേതികവിദ്യ അബ്സോർബ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഗ്രാഫിക്സിൽ അതിൻ്റെതായ അടിസ്ഥാന മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇപ്പം നമ്മൾ TV കാണുന്നത് തന്നെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കേട്ടാൽ പോരെ. അപ്പൊ ഈ ദൃശ്യങ്ങളിൽ എന്ത് പുതുമ, അതിനകത്ത് ഗ്രാഫിക്സിലൂടെ എന്ത് നൽകാൻ കഴിയും. 24 ഉൾപ്പെടെ അത്രയും നൽകുന്നുണ്ട്. ഇപ്പം പുതിയ വന്ന 24 മലയാളം അവര് ഈ XR VR സ്റ്റുഡിയോയിലേക്ക് മാറി പുതിയ സാങ്കേതികവിദ്യയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ പ്രേക്ഷകരെ പിടിച്ചു നിർത്തണമെങ്കിൽ കുറച്ച് കാലം എന്തായാലും വിശ്വാസം 5ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ഒറ്റ വർഷം കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യം. റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്നു. ഈ പുതിയ മരമുറി ടീം ഏറ്റെടുത്തതിന് ശേഷമുള്ള ദൈർഘ്യം കുറവാണെങ്കിലും അവര് പണ്ടുപോലെ ഉള്ളൊരു ചാനൽ എന്ന് പറയാൻ പറ്റും. മാത്രമല്ല അതിന്റെ ഈ 5, 6 പേര് ഫ്ലോറിലിരുന്ന് അലറുമ്പോൾ പലപ്പോഴും തെറ്റുകൾ വരികയും അത് വലിയ മണ്ടത്തരമായി മാറുകയും ചെയ്യുമ്പോൾ അവരത് തിരുത്തുന്നില്ല. പിന്നീട് സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വലിയ ട്രോളുകളാക്കി മാറ്റുക ചെയ്യുന്നത്. ഇവിടെയും ഇത്തരത്തിൽ വലിയ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TVക്ക്. പക്ഷെ അപ്പൊ നമ്മൾ ചോദിക്കും എങ്കിൽ പിന്നെ എന്താ ഏഷ്യാനെറ്റ് വന്നുകൂടായിരുന്നു 1ാം സ്ഥാനത്ത്? അങ്ങനെ പറ്റില്ല. കാരണം ആ സമയത്ത് കണ്ട ആളുകളുടെ എണ്ണം, ഏജ് ഗ്രൂപ്പുകളുടെ ഒരു കാറ്റഗറി, ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഈ ബാർക്ക്. ഇപ്പൊ തന്നെ 96 പോയിന്റ് സംതിങ് ആണ് ഇവർക്ക് വന്നിരുന്നത് അല്ലെ. അതിൽ നിന്ന് ഇവർക്ക് 91 വന്നു. അതായത് 97.71 റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് 92.21. അപ്പൊ ഒരു 5 എന്ന് പറയുന്നത് വലിയ വ്യത്യാസം തന്നെയാണ്. പറയാൻ പറ്റില്ല. 3-4 ആഴ്ചകളിൽ അത് നിലനിൽക്കും. അതെ, നിലനിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ചക്ക് ഇതിനെ മറികടക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വാസ്യതയ്ക്കാണോ അതോ ചടുലമായ സംഭാഷണം ചാനൽ ഫ്ലോറിലേക്ക് കിടന്ന് അലർന്നതിനാണോ പ്രാധാന്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളായിരിക്കും അല്ലെ. എന്തായാലും ഏഷ്യാനെറ്റിനെ മറികടന്ന റിപ്പോർട്ടർ ഒരു വലിയ മുന്നേറ്റം നടത്തി എന്നുള്ള കാര്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.